ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു കല്യാണത്തിന് പോവുകയാണ്. പരിയാപുരം എൻ്റെ അമ്മായിൻ്റെ പേരക്കുട്ടിൻ്റെ കല്യാണമാണ്. അപ്പം ഞാനും ഉമ്മയും ബാബുക്കയും കുട്ടികളും കൂടെയാണ് പോയത്. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും വെൽക്കം ഡ്രിങ്ക് കുടിച്ചിട്ടാണ് പിന്നെ അകത്തോട്ട് കയറിയത്. ഒരു 11 മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഈ ഓഡിറ്റോറിയത്തിലേക്ക് വരുന്നത്. AC ഒക്കെ ഉണ്ട്, നല്ല സൗകര്യമുള്ള ഒരു ഓഡിറ്റോറിയമാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും മുസ്താഫ്മാരും എല്ലാവരും എത്തിയിട്ടുണ്ട്. നിക്കാഹ് 11:30ക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എത്തി, നിക്കാഹ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ രാവിലെ തന്നെ വന്നത്. ഇനി ബാബുവൊക്കെ ഇപ്പം നിക്കാഹിന് വന്നിട്ട് പിന്നെ തിരിച്ച് ആലത്തൂർ വന്നിട്ട് വേണം പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ നിക്കാഹിൻ്റെ ടൈമിൽ തന്നെ ഒന്നിച്ചിറങ്ങിയതാണ്. നുഹ മിഠായി കഴിച്ചുകൊണ്ടിരിക്കുക. ഞാൻ വീഡിയോ എടുക്കണുണ്ട് എന്ന് കണ്ടപ്പം അവൾ മൈൻഡ് ചെയ്യാതിരിക്കുകയാണ്. അങ്ങനെ പിന്നെ മഹർ ചെക്കിന് പെണ്ണിൻ്റെ ഉപ്പയ്ക്ക് കൊടുക്കുകയാണ്. അങ്ങനെ ഈത്തപ്പഴം പിസ്തയും കുറച്ച് സ്വീറ്റ്സൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇരുന്ന് കഴിച്ചു. അപ്പോഴേക്കും എല്ലാവരോടും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകാൻ പറഞ്ഞു. ചെക്കിൻ്റെ വാപ്പയും പെണ്ണിൻ്റെ വാപ്പയും ഒക്കെ കൂടി ഇരുന്ന് ഫോട്ടോ എടുക്കുകയാണ്. ചെക്കൻ്റെ വീട്ടിലത്തെ കല്യാണം പെണ്ണിൻ്റെ വീട്ടിലെ കല്യാണം കൂടി ഒരേ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ്. അപ്പം കുറച്ച് കഴിഞ്ഞാൽ നല്ല തിരക്കാവുമെന്ന് കരുതിയിട്ട് എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഫുഡ് ബിരിയാണിയും മന്തിയും ബ്രോസ്റ്റഡൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ നേരത്തെ ആയതുകൊണ്ട് നമുക്ക് വിശപ്പൊന്നുമില്ലായിരുന്നു, എന്നാലും വേഗം ഫുഡ് കഴിച്ചു. കാരണം കുറച്ച് കഴിഞ്ഞാൽ നല്ല തിരക്കാവുമെന്ന് പറഞ്ഞപ്പോഴേ എല്ലാവരും ഫുഡ് കഴിക്കാൻ നിന്നു. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ ഇരിക്കാൻ ചെന്നപ്പോൾ മോനായിക്ക് പോപ്കോൺ വേണമെന്ന് പറഞ്ഞു. അവന് വരുമ്പോൾ തന്നെ അത് കണ്ടിട്ടാണ്, ഞാനത് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ അവനക്ക് പോപ്കോൺ വേണമെന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് ചെന്നപ്പോഴേക്കും നമ്മൾ ഫുഡ് കഴിക്കാൻ ഇരുന്നോടത്തുള്ള തിരക്ക് അത്ര ഇല്ലായിരുന്നു. പക്ഷേ ഇവിടെ എത്തിയപ്പോഴാണ് കുട്ടികളൊക്കെ കൂടി തിരക്കായിട്ട് എങ്ങനെയോ ക്യൂ ഒക്കെ നിന്നിട്ട് ലാസ്റ്റ് എനിക്ക് ഒരെണ്ണമായിട്ട് ഞാൻ വന്നു. പിന്നെ ഫിനുമോൾ അവിടെ ഇരുന്നിട്ട് അവൾക്ക് വേണ്ടിയിട്ട് അവൾ വാങ്ങിയിട്ടാണ് കേട്ടോ വന്നത്. അപ്പോഴേക്കും അസ്യാക്കും മാനത്താത്തിയൊക്കെ വരുന്നുണ്ട്. സമയം 12:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം തിരക്ക് കൂടിയാണ്. പെണ്ണിൻ്റെ വീട്ടിലത്തെ ആളുകളുണ്ട്, നമ്മളെ ചെക്കൻ്റെ വീട്ടിലെ ആളുകളും ഉണ്ട്. അപ്പം എല്ലാവരും കണ്ട് സംസാരിച്ചു. അതിനുശേഷം ഞാനും ഏടത്തിയും കൂടെ ഇന്നും ഫോട്ടോ വീഡിയോസൊക്കെ എടുക്കുകയാണ്. അതാണ് എൻ്റെ ഏടത്തിയാണ്. അങ്ങനെ ഒരു 1:30 കഴിഞ്ഞപ്പോഴേക്കും ചെക്കന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ട് അവനെ സ്റ്റേജിലേക്ക് കയറ്റുകയാണ്. അപ്പോൾ ഷംനാദ് അവൻ്റെ ഫ്രണ്ട്സും കൂടിയുള്ള ഡാൻസാണിത്. ഷംനാദ് ഡാൻസറാണ്. അവന് പുതിയങ്ങാടി തന്നെ ഒരു ഡാൻസ് ക്ലാസ്സൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ചെക്കന് കയറിയിട്ട് പിന്നെ പെണ്ണിൻ്റെ ആൾക്കാർ പെണ്ണിനെ ഇതേപോലെ തന്നെ സ്റ്റേജിലേക്ക് കയറ്റുന്നുണ്ട്. അപ്പോഴും ഇതേപോലെ ഡാൻസൊക്കെ ഉണ്ട്.
ചെക്കനും പെണ്ണും സ്റ്റേജിൽ കയറി അതിനുശേഷം മഹർ കെട്ടിക്കൊടുത്ത് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഷംനാദിൻ്റെ ഒരു 3-4 ഡാൻസൊക്കെ അവനും ഫ്രണ്ട്സൊക്കെ ഡാൻസ് കളിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ പാട്ടുകാർ അവരെ സമ്മതിക്കണം. കാരണം നമുക്കൊരു ബോറടി ഇല്ലാതെ നമുക്ക് അത്രയും ഫീൽ ചെയ്തിട്ട് അവർ പാട്ട് പാടിയിട്ട് നമ്മളെ നല്ലൊരു മൂഡാക്കി തന്നതിന്. അവരുടെ പാട്ട് ഞാൻ ഇതിൽ ആഡ് ചെയ്തതാണ്. പക്ഷേ അത് കോപ്പിറൈറ്റ് കാരണം ഞാനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതാണ്. എന്തായാലും നല്ല രീതിയിൽ അവർ പാട്ട് പാടി നമ്മളെ ബോറടിപ്പിക്കാതെ അവർ പാട്ടുപാടി നമ്മളൊരു നല്ലൊരു സിറ്റുവേഷനാക്കി തന്നിട്ടുണ്ട്. അങ്ങനെ പിന്നെ എല്ലാവരും ഫോട്ടോ എടുക്കണ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുക്കുന്ന സെക്ഷനാണ്. നമ്മളെ ഫാമിലി ഫോട്ടോയും അവൻ്റെ പെങ്ങന്മാർ ഫോട്ടോ എല്ലാവരും എടുക്കണം. ഇതാണ് ഞങ്ങളെ ഫാമിലി. അപ്പോൾ എല്ലാവരും കൂടി ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ ഒരു 5 മണി 5:30 ആയപ്പോഴേക്കും നമ്മൾ ഓഡിറ്റോറിയത്തിൽ നിന്ന് ചെക്കനും പെണ്ണിനെയും കൂടി വീട്ടിലോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, താങ്ക് യു, ബൈ.